ആഹാ, മോള് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ? ആ അമ്മേ. എന്നാ മോള് കാപ്പി കുടിക്ക്. മോക്ക് കാപ്പിയാണോ ചായയാണോ ഇഷ്ടം? എനിക്ക് അങ്ങനെ ഒരുപാട് നിർബന്ധമൊന്നുമില്ല അമ്മേ, എന്നാലും എനിക്ക് ചായയാണ് കൂടുതൽ ഇഷ്ടം. അയ്യോ മോളെ, കാപ്പിയാണല്ലോ ഇട്ടത്. അയ്യോ അതൊന്നും സാരമില്ല അമ്മേ. ഇല്ല, മോളിപ്പോൾ ഇത് കുടിക്കുക കേട്ടോ. നാളെ നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാം കേട്ടോ. ഓക്കെ അമ്മേ. അല്ല, വിവേകേട്ടന് ചായയോ കോഫിയോ എന്തെങ്കിലും കൊടുക്കണ്ടേ? ചായയല്ല, അവൻ എഴുന്നേക്കുന്നുള്ളൂ, അത് അമ്മ കൊടുത്തോളാം. മോൾ ഈ ചായ കുടിച്ച് വീടും പരിസരവും ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ. ചെല്ലേ, ഇന്നലെ ഇത് വീടൊന്നും കണ്ടു കാണില്ലോ. വീടും ഈ പരിസരവും അപ്പുറത്ത് വീടൊക്കെ ഉണ്ട്. പിന്നെ ഈ മുറ്റം വഴി എല്ലാം ഇറങ്ങി മക്കൾ ഈ വീട്ടില് ചുറ്റുപാടുള്ള എല്ലാവരെയും ഒന്ന് കണ്ടിട്ടൊക്കെ വാ. ശരി അമ്മേ. ഡാ ഡാ എഴുന്നേക്ക്, ദേ കാപ്പി കുടിക്ക്. അയ്യേ, അമ്മയാണോ ചായയും കൊണ്ടുവന്നേ? അമ്മു എന്തിയേ? അമ്മു അല്ലേ ചായയും കൊണ്ടുവരേണ്ടത്? അതെന്താടാ, ഞാൻ വന്നത് നിനക്ക് പിടിച്ചില്ലേ? ഓ, അവള് രാവിലെ അടുക്കളയിൽ വന്നായിരുന്നു. അടുക്കളയിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെയൊക്കെ കുറച്ചു നേരം നിന്ന്. ഞാൻ ഇപ്പോൾ കാപ്പി എടുത്ത് കൊടുത്ത് ഉടനെ പറഞ്ഞു എനിക്ക് കാപ്പിയല്ല ഇഷ്ടം, ചായയാ ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞ് ശരി മോളെ, നാളെ ഇട്ട് തരാന്നൊക്കെ പറഞ്ഞു. വന്ന് ആജ്ഞാപിക്കുന്ന കേട്ടാ വീട്ടിലെ പോലെ. വന്നിട്ട് പറയാ ഈ കാപ്പിയല്ല അമ്മ ഇഷ്ടം, ചായയാ ഇഷ്ടമെന്ന്. പിന്നെ ഞാൻ എൻ്റെ മോളെ പോലെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി മക്കളെ എന്ന് പറഞ്ഞു. അപ്പോഴൊരു ഫോണും എടുത്തുകൊണ്ട് ഇപ്പോൾ കുറേ ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ കാണുമല്ലോ, അതായിരിക്കും. ഫോണും എടുത്തുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോയി. എന്നാൽ നിനക്ക് ചായ തരുമോ, നിന്റെ കാര്യങ്ങൾ നോക്കുവോ, അതൊന്നും അല്ല അവളുടെ ജോലി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി ശരി, അമ്മ പോയിക്കോ. ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്നൊന്ന് ഉറങ്ങട്ടെ. അമ്മേ, ഞാൻ കൂടെ സഹായിക്കട്ടെ? വേണ്ട മോളെ, ഇവിടെ അമ്മയ്ക്ക് ചെയ്യാനുള്ള പണിയൊക്കെ തന്നെയുള്ളൂ മക്കളെ. മോളവിടെ പോയിരുന്നു. എന്നാലും അമ്മേ, എന്തെങ്കിലുമൊക്കെ സഹായം ഞാനും കൂടി ചെയ്തു തരാം. എന്നാലില്ല, മോളവിടെ പോയിരുന്നു. ഇവിടെ അമ്മയ്ക്ക് ചെയ്യാനുള്ള പണി തന്നെ ധാരാളം. മോള് ചെയ്യേണ്ട സമയമാകുമ്പോൾ അമ്മ പറയും, അപ്പം മോള് ചെയ്താൽ മതി. എന്തേലും സഹായം വേണമെന്ന് വന്ന് ചോദിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പം നിന്നെ കൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യിപ്പിക്കുന്നത് നീ കരുതണ്ടടി. എൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും. എന്നും ഈ വീട്ടിലെ റാണി ഞാൻ തന്നെ ആയിരിക്കും. ഇത് എൻ്റെ അടുക്കള, ഇത് എൻ്റെ വീടാണ്. ഞാൻ തന്നെ ആയിരിക്കും ഈ വീട്ടിൽ എപ്പോഴും എൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെ ഒക്കെ കാര്യം നോക്കണ്ട. ഇന്നലെ വന്ന് കയറുമ്പോൾ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് നീ എൻ്റെ സ്ഥാനം ഇല്ലാതാക്കണ്ട. എനിക്ക് ശരിയാക്കി തരാം. ഇത് എൻ്റെ വീടാണ്. അമ്മേ, ചൂല് തന്നെ ഞാൻ തൂക്കും. വേണ്ട മോളെ, അമ്മയ്ക്ക് ചെയ്യാനുള്ള ജോലിയുള്ളൂ. മോൾ അവിടെ പോയിരുന്ന കുറച്ച് നേരം. അല്ല ചൂലിക്ക് ഞാൻ തൂക്കാം. അമ്മ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു, ഞാൻ തൂക്കാമേ. വേണ്ട മോളെ, ഇപ്പൊ അമ്മയുണ്ടല്ലോ ജോലിയൊക്കെ ചെയ്യാൻ. അമ്മയ്ക്കൊന്ന് വയ്യാതെ ഇരിക്കുമ്പോഴും അമ്മയ്ക്ക് പ്രായമാകുമ്പോഴും മോൾ അപ്പ ചെയ്താൽ മതി. ഇപ്പൊ അമ്മയുണ്ടല്ലോ ഈ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ മുഴുവൻ ചെയ്യാൻ. മക്കൾ അവിടെ പോയിരുന്നു. അയ്യോ, ഫോൺ ബെല്ലടിക്കുന്നത്. അമ്മ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്, ഞാൻ പോയി ആരാന്ന് നോക്കിയിട്ട് വരാവേ. ശരി മോളെ. അമ്മ, ഇതില് ഞങ്ങളുടെ തുണിയുണ്ടല്ലോ. ചേട്ടൻ്റെ എൻ്റെ തുണി എനിക്ക് തന്നു. അമ്മയുടെ തുണി എനിക്ക് തന്നു, ഞാൻ നനച്ചു തരാം അമ്മേ. അമ്മ കഴുകിക്കോളം തുണിയൊക്കെ. അമ്മ തന്നെ ഇവിടുത്തെ എല്ലാവരുടെയും തുണി കഴുകുന്നത്. അതിപ്പോ മോൾ ഈ വീട്ടിൽ വന്ന മോളുടെ തുണി ഞാൻ തന്നെ കഴുകും. അതൊക്കെ അമ്മ ചെയ്തോളാം. മക്കൾ അവിടെ പോയിരുന്നു. ശരി അമ്മ, ഞാൻ ഒന്ന് തൂത്തിട്ട് വരാം.